ഏപ്രിൽ 2 ദൃശ്യം 3 റിലീസ് ചെയ്യുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷം ഇപ്പോൾ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലൊക്കെ നിൽക്കുന്ന ഈ സമയത്ത് ദൃശ്യം 3യുടെ റിലീസ് ഡേറ്റ് മാറ്റിയോ എന്നുള്ള സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ട്വിറ്ററിൽ എക്സ് ഹാൻഡിൽസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചകൾക്ക് പിന്നിലുള്ള രണ്ട് കാരണങ്ങളാണ്. ഒന്ന് GCC പ്രശ്നങ്ങൾ. കാരണം ഈ സിനിമ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ദൃശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഫാൻസ് എന്ന് പറയുന്നത് ലോകമെമ്പാടുമുണ്ട്. എത്രയോ ഭാഷകളിൽ റീമേക്ക് ചെയ്തു, ചൈനയിൽ വരെ പോയി റീമേക്ക് ചെയ്ത സിനിമയാണ് ദൃശ്യം. അപ്പോൾ അങ്ങനെ എല്ലാം ഉള്ള ഒരു ഓഡിയൻസ് ഉള്ള ഒരു ഫ്രാഞ്ചൈസാണ് ദൃശ്യം. ആ ദൃശ്യത്തിനുള്ള ആരാധകർ ലോകത്തെമ്പാടുമുണ്ട്. അവിടെ GCC പോലെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഈ സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചിത്രത്തിന് വലിയ നിരാശയായിരിക്കും ഉണ്ടാകുക. കാരണം കേരള ഓഡിയൻസ് പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട മാർക്കറ്റാണ് GCC ഓഡിയൻസ്. അത് ഇല്ലാണ്ട് റിലീസ് ചെയ്യാൻ തയ്യാറാകുമോ ആശീർവാദ് സിനിമാസ് എന്നുള്ള ആശീർവാദ് സിനിമാസ് ഉറപ്പായിട്ടും പനോരമ സ്റ്റുഡിയോസിന് ഇവിടെ റൈറ്റ്സ് എല്ലാം വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് എങ്ങനെയായിരിക്കും ഇതിൻ്റെ തിയേറ്റർ ചാർട്ടിംഗ് പരിപാടികൾ എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ GCC പ്രശ്നങ്ങൾ, ഈ യുദ്ധം കാരണമുള്ള പ്രശ്നങ്ങൾ കാരണം റിലീസ് ഡേറ്റ് മാറ്റുമോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യം. 2 ഏപ്രിൽ 4 അല്ലെങ്കിൽ ഏപ്രിൽ ആ ഒരു ആഴ്ചയായിരിക്കുമല്ലോ ഇലക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഇലക്ഷനും കൂടി നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാകുമോ ഈ ഇലക്ഷൻ പരിപാടികൾ, ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. അതിനിടയിൽ ആളുകൾ തിയേറ്ററിലേക്ക് പോകുമോ? പ്രത്യേകിച്ച് ദൃശ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ ആളുകൾ പോകും. എന്നാൽ പോലും ഒരു ചെറിയ പ്രശ്നം അത് കാരണം ഈ റിലീസ് മാറ്റാനുള്ളൊരു സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് ഈ 2 പ്രധാനപ്പെട്ട സംശയങ്ങളിലേക്ക് നിൽക്കുന്നത്. എന്തായാലും ആട് 3 സംബന്ധിച്ചിടത്തോളം GCCയുടെ അവസ്ഥ എന്താണെന്ന് നോക്കിയിട്ട് റിലീസ് തീരുമാനിക്കുമെന്നൊക്കെ അവർ പറഞ്ഞിരുന്നെങ്കിൽ പോലും GCC പോലൊരു പ്രധാനപ്പെട്ട ഒരു സെൻറ്റർ ഒന്ന് അതിനകത്ത് ഒരു കുറച്ച് സെൻറ്റേഴ്സിൽ റിലീസ് ചെയ്യാനാണ് അടുത്ത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതുപോലെ ആയിരിക്കില്ല ദൃശ്യം അത്രമാത്രം ഓഡിയൻസ് കേട്ടർ ചെയ്യുന്നൊരു സിനിമയാണ്. അത്രമാത്രം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു ഫ്രാഞ്ചൈസാണ്. അപ്പോൾ ജോർജ് കുട്ടിയുടെ കഥയാവട്ടെ ദൃശ്യം 1ഉം 2ൽ നിന്നും ഉണ്ടാക്കി അതേ ഹൈ 3ലും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഷൂട്ട് തുടങ്ങിയപ്പോൾ മുതൽ വാർത്തകളാണ്. ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ 2 ഈ ചിത്രം റിലീസ് ചെയ്യാമെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ ഒരു റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള എല്ലാ പരിപാടികളും അവർ നടത്തുമല്ലോ. അപ്പോൾ തിയേറ്റർ ചാർട്ടിംഗ് ആവട്ടെ, അല്ലെങ്കിൽ ഷെയർസ് പരിപാടി, ഡിസ്ട്രിബ്യൂഷൻ പരിപാടി, എല്ലാ രീതിയിലും നടത്തും. പക്ഷേ ഇതുവരെ ഒഫീഷ്യലായിട്ടും ഈ റിലീസ് ഡേറ്റ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരത്തിലുമുള്ള അപ്ഡേറ്റുകളും വന്നിട്ടില്ല എന്നത് കൂടി എടുത്തു പറയട്ടെ. എന്നാൽ പോലും ഈ 2 സാഹചര്യങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ റിലീസ് ഡേറ്റ് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് നീങ്ങുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് എത്തി നിൽക്കുന്നത്. സോ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും അങ്ങനെ വരികയാണെങ്കിൽ അത് തീർച്ചയായും നിരാശയായിരിക്കും ഉണ്ടാവുക. ഏപ്രിൽ 2 മറ്റൊരു സിനിമ, മലയാള സിനിമയും കൂടി റിലീസിനെത്തുന്നത് വാഴ 2 ആണ്. ദൃശ്യം 3ക്ക് ക്ലാഷ് ആയിട്ട് വയ്ക്കുന്നത്. അത് വിപിൻ ദാസാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഹാഷർ ഉൾപ്പെടെ ആ ഗ്യാങ്ങാണ് പ്രധാന ലീഡിലെത്തുന്നത്. അപ്പോൾ അവർ കൂടി ഇനി റിലീസ് ഡേറ്റ് മാറ്റുമോ ഇല്ലയോ എന്ന കാര്യത്തിലും ഒന്നും അറിയത്തില്ല. പക്ഷേ ദൃശ്യം നിലവിൽ മാറ്റിയേക്കാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിലും ഒരു ചോദ്യചിഹ്നത്തിലുമാണ് എത്തി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.